ഓം ശാന്തി. ഇന്നത്തെ മുരളി സാരം കേൾക്കാം. മുരളി ഡേറ്റ് 21/11/2020. ബാബ പറയുകയാണ്, മധുരമായ കുട്ടികളെ, ഈ സംഗമയുഗമാണ് സർവോത്തമമാകുന്നതിനുള്ള ശുഭസമയം. കാരണം ഈ സമയം ബാബ നിങ്ങളെ നരനിൽ നിന്ന് നാരായണനാക്കുന്നതിനുള്ള പഠിത്തം പഠിപ്പിക്കുകയാണ്. സത്യയുഗം തൊട്ട് ആത്മാവിൻ്റെ ശക്തികളും ഗുണങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കലിയുഗം ആകുമ്പോൾ അത് ടോട്ടലി ഇല്ലാതെയാകും. ആ സമയത്താണ് ഈശ്വരൻ ഭൂമിയിൽ അവതരിക്കുന്നത്. ഈശ്വരൻ ഭൂമിയിൽ അവതരിക്കുമ്പോഴാണ് ആത്മാവിന് നഷ്ടപ്പെട്ട ശക്തികളും ഗുണങ്ങളും വീണ്ടെടുക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈശ്വരൻ സൃഷ്ടിയിൽ അവതരിച്ചിരിക്കുന്ന ഈ സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും അതുകൊണ്ട് ബാബയുടെ ഓർമ്മയിൽ ആത്മാവിനെ സർവോത്തമമാക്കണം. അതിനുള്ള പഠിത്തം ബാബ പഠിപ്പിച്ചു തരുന്നുണ്ട്. എങ്ങനെ കർമ്മം ചെയ്യണം, ഈശ്വരനെ എത്ര സമയം എങ്ങനെ ഓർമ്മിക്കണം, അതിനുള്ള വിധി പഠിപ്പിച്ചു തരുന്നുണ്ട്. ചോദ്യം: നിങ്ങൾ കുട്ടികളുടെ പക്കൽ എന്ത് നോളജ് ഉള്ളത് കാരണമാണ് ഏതൊരു പരിസ്ഥിതിയിലും നിങ്ങൾക്ക് കരയേണ്ട ആവശ്യമില്ലാത്തത്? ഉത്തരം ബാബ പറയുകയാണ്, നിങ്ങളുടെ പക്കൽ ഈ സൃഷ്ടി നാടകത്തെക്കുറിച്ചുള്ള നോളജുണ്ട്. നിങ്ങൾക്കറിയാം, ഇതിൽ ഓരോ ആത്മാവിൻ്റെയും പാർട്ട് അവരവരുടേത് തന്നെയാണ്. ബാബ നമുക്ക് സുഖത്തിൻ്റെ ആസ്തിക്കുള്ള വഴി തന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്കിപ്പോൾ എങ്ങനെ കരയാൻ സാധിക്കും? അതുകൊണ്ട് എന്ത് പ്രശ്നം വന്നോട്ടെ, അത് നമ്മുടെ കൂടെയുള്ളവരിൽ നിന്നായിക്കോട്ടെ, അല്ലെങ്കിൽ ജോലി സ്ഥലത്തായിക്കോട്ടെ, അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നായിക്കോട്ടെ, എന്ത് പ്രശ്നം വന്നാലും നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? ഈ സൃഷ്ടി നാടകം ഓരോ കൽപ്പവും പുനരാവർത്തിക്കപ്പെടുന്നതാണ്. അപ്പോൾ ഇത് പുനരാവർത്തിക്കുന്നതിനോടൊപ്പം ഇതിലടങ്ങിയിരിക്കുന്ന ഓരോ ആത്മാവിൻ്റെയും പാർട്ടും പുനരാരംഭിക്കുന്നുണ്ട്. ഒരിക്കൽ എന്തൊക്കെയാണോ സത്യയുഗത്തിൽ സംഭവിച്ചത് അത് തന്നെ വീണ്ടും സംഭവിക്കും. കലിയുഗത്തിൽ എന്തൊക്കെ യുദ്ധമുണ്ടായോ അതൊക്കെ വീണ്ടും ഉണ്ടാകും. ഇതൊക്കെ ഒരിക്കൽ സംഭവിച്ചു കഴിഞ്ഞതാണ്. ഇനി അടുത്ത കൽപ്പത്തിൽ ഇതാണ് സംഭവിക്കാനിരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു സിനിമ കാണുകയാണെങ്കിൽ ആദ്യം കാണുമ്പോൾ അതിൽ ഓരോ നടൻ്റെയും പാർട്ട് നമ്മളെ വിഷമിപ്പിക്കുകയായിരിക്കും. അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് നേരത്തെ കണ്ടത് തന്നെയാണ്, അതിൻ്റെ ആവർത്തനമാണ്, ഒരു മാറ്റവും ഇല്ല. അതുപോലെ ഈ സൃഷ്ടിയും ഒരു വലിയ നാടക സദസ്സാണ്. ഓരോ ആത്മാവും ഇവിടുത്തെ ഓരോ കഥാപാത്രമാണ്. അവർക്ക് ആ റോള് പ്ലേ ചെയ്യണം. അതുകൊണ്ട് ആരുടെയും റോള് കാണുമ്പോൾ നമ്മൾ ഡിസ്റ്റർബ് ആകേണ്ട കാര്യമില്ല. ഇവിടെ അനേക ജന്മമായി നമ്മൾ ടെൻഷൻ അടിച്ചത് എന്തിനാണ്? അതിപ്പോൾ ബാബ പറയുകയാണ്, നിങ്ങൾക്ക് ചിന്തയുണ്ടായിരുന്നത് ബ്രഹ്മത്തിൽ വാഴുന്ന പരമാത്മാവിനെ കിട്ടാൻ വേണ്ടിയാണ്. നമ്മളെല്ലാ ജന്മവും ഭക്തി ചെയ്തിട്ടുണ്ട്. 63 ജന്മം ഭക്തി ചെയ്തവർക്കാണ് കലിയുഗ അവസാനം ഭഗവാൻ അവതരിക്കുമ്പോൾ ഈ ജ്ഞാനം കിട്ടുന്നത്. അതുകൊണ്ട് അനേക ജന്മങ്ങളായി നമ്മൾ പരമാത്മാവിനെ തിരഞ്ഞതാണ്. ആ ചിന്ത ഇപ്പോൾ പൂർത്തിയായി, പരമാത്മാവിനെ കിട്ടി. ഇനി നിങ്ങൾക്ക് ഇവിടെയുള്ള ഒന്നിനെക്കുറിച്ചും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് നമ്മുടെ ആത്മാവിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനും നമ്മുടെ സംസ്കാര രൂപീകരണത്തിനും ബാബ നൽകുന്ന ധാരണാ പോയിൻ്റ് നമ്മൾക്ക് കേൾക്കാം. ഒന്നാമത്തെ പോയിൻ്റാണ്, ജ്ഞാനമാകുന്ന വാൾ ഉപയോഗിച്ച് വികാരങ്ങളെ ജയിക്കണം. നമ്മൾ കണ്ടിട്ടുണ്ട്, ദേവീ ദേവതകളുടെ കയ്യിലൊക്കെ പ്രത്യേക ആയുധങ്ങളുണ്ടായിരിക്കും. ചിലരുടെ കയ്യിൽ വാളായിരിക്കാം, ചിലരുടെ കയ്യിൽ കോടാലി ആയിരിക്കാം. അതുകൊണ്ട് അസുരന്മാരുടെ തല വെട്ടിയെടുത്തതായിട്ടൊക്കെ നമ്മൾ പടങ്ങളിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ ഉള്ളിലുള്ള ആസുരീയ വികാരങ്ങൾ, അതായത് നമ്മുടെ ശിരസിൽ നടക്കുന്ന മോശമായിട്ടുള്ള ചിന്തകൾ, അതിനെ നമ്മൾ ശിരസിൽ വെച്ച് തന്നെ ഇല്ലാതെയാക്കണം. കർമ്മത്തിൽ വരാൻ അനുവദിക്കരുത്. അതുകൊണ്ടാണ് തല വെട്ടിയെടുത്തിരിക്കുന്നത്. അതുകൂടാതെ അഴുക്കിനെ നമ്മൾ നീക്കം ചെയ്തു. അതിനോടൊപ്പം എന്ത് ചെയ്യണം? നല്ല സംസ്കാരം നിറയ്ക്കണം. കാലിയായിട്ടിടാൻ പാടില്ല. കാലിയായിട്ടിട്ടാൽ വീണ്ടും അവിടെ മോശമായിട്ടുള്ളത് നിറയും. അതുകൊണ്ട് ജ്ഞാനം പറയുമ്പോൾ, അല്ലെങ്കിൽ പരമാത്മാവ് മുരളിയിൽ പറയുന്ന ജ്ഞാനരത്നങ്ങൾ ദേവി ദേവതകളുടെ ഗുണങ്ങളാകുന്ന സംസ്കാരം നമ്മൾ നിറയ്ക്കണം.
പഴയ ലോകവും പഴയ ശരീരവും ഇതിനെ നമ്മൾ സന്യസിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനോടധികം മോഹം ഉണ്ടാകാൻ പാടില്ല. ഈ ലോകം നമുക്കറിയാം കലിയുഗമാണ്, ഇത് പരിവർത്തനപ്പെടാൻ പോവുകയാണ്. പഴയ വീട് പൊളിക്കുന്ന സമയത്ത് നമ്മൾ പുതിയ വീട് പണിതുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് പഴയ വീടിനോട് നമുക്ക് താല്പര്യം തോന്നില്ല എന്ന് പറയുന്നത് പോലെ ഈ പഴയ ലോകമാകുന്ന വീടിപ്പോൾ ഇല്ലാതെയാകാൻ പോവുകയാണ്. പക്ഷേ ബാബ സത്യുഗമാകുന്ന പുതിയ വീട് പണിതുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇല്ലാതാകുന്നതിനോട് നമുക്ക് മമത്വം വയ്ക്കേണ്ട കാര്യമില്ല. അതുപോലെ ഈ ശരീരം അനേക ജന്മങ്ങൾ എടുത്തെടുത്ത് കലിയുഗത്തിൻ്റെ അവസാനം കിട്ടിയിരിക്കുന്ന ശരീരമാണ്. സത്യുഗത്തിൽ നമുക്ക് മനോഹരമായിട്ടുള്ള ശരീരമായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി കലിയുഗം കഴിഞ്ഞ് നമുക്ക് കിട്ടാൻ പോകുന്നതും അതേ സത്യുഗത്തിലെ മനോഹരമായ ശരീരമാണ്. അതുകൊണ്ട് ഈ ശരീരത്തിന് വേണ്ടി നമ്മൾ അധിക സമയം ചിലവാക്കേണ്ട അല്ലെങ്കിൽ ഒരുപാട് ചിന്തിക്കേണ്ട കാര്യമില്ല. രണ്ടാമത്തെ പോയിന്റ്, നിങ്ങൾ ഒരു കാര്യത്തെപ്പറ്റി ഒരുപാട് ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം ഭാഗ്യവിധാതാവായിട്ടുള്ള ഭഗവാൻ നമ്മുടെ ആത്മാവിന് അനേക ജന്മങ്ങളിലേക്കുള്ള ഭാഗ്യം തന്നുകൊണ്ടിരിക്കുകയാണ്. അത്ര വലിയ ലോട്ടറി കിട്ടിയപ്പോൾ ഈ ലോകത്തിലെ ചെറിയ കാര്യങ്ങളെ പ്രതി നമ്മൾ ചിന്തിക്കുന്നത് എന്തിനാണ്? ഈ ലോകത്ത് ആരെങ്കിലും മരിച്ചാലും, അതായത് ആത്മാവ് ശരീരം വിട്ടാലും നമ്മൾ ദുഃഖിച്ച് കരയേണ്ട കാര്യമില്ല. കാരണം നമുക്കറിയാം ഓരോ ആത്മാവിനും ഒരു നിശ്ചിത സമയം വരെ ഇവിടെ പാർട്ടുള്ളൂ. അതിനുശേഷം അടുത്ത ജന്മം എടുക്കണം. അതുകൊണ്ട് ആത്മാവ് ഒരിക്കലും നശിക്കുന്നില്ല. ആ സത്യം മനസ്സിലാക്കിയതുകൊണ്ട് നമുക്ക് കരയേണ്ട ആവശ്യമില്ല. വരദാനം: താജ് ഔർ തഖ്ത് കോ സദാ കായം രഖ്നെ വാലെ നിരന്തർ സ്വതയോഗി ഭവ. കിരീടവും സിംഹാസനവും സദാ നിലനിർത്തുന്ന നിരന്തര സ്വതയോഗിയായി ഭവിക്കട്ടെ. നമ്മൾ രാജയോഗമാണ് പഠിക്കുന്നത്. നമുക്കറിയാം ഒരു രാജാവിന് കിരീടം ഉണ്ടായിരിക്കണം, അതിനോടൊപ്പം സിംഹാസനവും ഉണ്ടായിരിക്കണം. ഒരു രാജാവിനെ നമ്മൾ മനസ്സിൽ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ഇങ്ങനെയാണ്: സിംഹാസനത്തിലിരിക്കുന്ന രാജാവാണ്. അതുകൊണ്ട് സത്യുഗത്തിൽ മൊത്തം 8 രാജാക്കന്മാരുണ്ട്, ത്രേതായുഗത്തിൽ 12. അതുകൂടാതെ അനേക ചെറു രാജ്യങ്ങളിൽ രാജാക്കന്മാരുമുണ്ട്. ഇവർക്കൊക്കെ രാജ്യപദവി കിട്ടാൻ കാരണം എന്താണ്? അവർ ഈ സമയം, സത്യുഗം ആരംഭിക്കുന്നതിന് മുമ്പ് ഈ സമയം എന്തോ വിശേഷ കർത്തവ്യം ചെയ്തതുകൊണ്ടാണ്. അതുകൊണ്ട് സത്യുഗത്തിൽ രാജ്യപദവി കിട്ടുന്നതിന് എന്ത് കർമ്മം ചെയ്യണമെന്നാണ് ഇന്നത്തെ വരദാനത്തിൽ ബാബ നമ്മളോട് പറയുന്നത്. വരദാനത്തിൻ്റെ എക്സ്പ്ലനേഷനാണ്: വർത്തമാൻ സമയ ബാപ് ദ്വാര സഭി ബച്ചോങ്കോ താജ് ഔർ തഖ്ത് മിൽത്താ ഹൈ. ഈ സമയം ബാബയിലൂടെ കുട്ടികൾക്ക് കിരീടവും സിംഹാസനവും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ബാബയിൽ നിന്ന് കിട്ടുന്ന ഈ കിരീടവും സിംഹാസനവുമാണ് വരാൻ പോകുന്ന സത്യുഗത്തിൽ കിരീടവും സിംഹാസനവുമായി മാറാൻ പോകുന്നത്. ഇനി എന്ത് കിരീടവും എന്ത് സിംഹാസനവുമാണ് കിട്ടുന്നത് എന്നാണ് പറയുന്നത്. ഒന്ന് പറയുകയാണ്, കിരീടം കാണിക്കുന്നത് ഒന്ന് പദവിയെയും രണ്ടാമത്തത് ഉത്തരവാദിത്വത്തെയാണ്. നമ്മൾ പറയാറുണ്ട് എൻ്റെ ശിരസിലാണ് ഉത്തരവാദിത്തം. അപ്പോൾ ഉത്തരവാദിത്തം ശിരസിൽ എന്തെന്നാണ് കിരീടമായിട്ട് ഇവിടെ പറയുന്നത്. വിശ്വകല്യാണത്തിൻ്റെ ഉത്തരവാദിത്തവും അതിനോടൊപ്പം ഈശ്വരൻ്റെ ഹൃദയമാകുന്ന ആ സിംഹാസനവും, ഇത് രണ്ടും നമുക്ക് സദാ നിലനിർത്താൻ സാധിച്ചാൽ നമ്മൾ നിരന്തര യോഗിയായി സദാ യോഗിയായി മാറും. അതുകൊണ്ട് ബാബ സത്യുഗത്തിലെ പദവി തരുന്നത് നമ്മുടെ ഗുണങ്ങളുടെ ആധാരത്തിലാണ്. അതുകൊണ്ട് സത്യുഗത്തിലെ പദവി കിട്ടുന്നതിന് ആരാണോ ഇവിടെ നിസ്വാർത്ഥ സേവനം ചെയ്ത് മറ്റുള്ളവരെ റെഡിയാക്കുന്നത്, മറ്റുള്ളവരെ ഗുണവാനാക്കുന്നത്, അങ്ങനെ ഗുണങ്ങൾ ഉള്ള ഒരു ലോകം ഉണ്ടാക്കുന്നതിന് ഈശ്വരനെ സഹായിക്കുന്ന വ്യക്തിയുടെ കയ്യിലാണ് ഈശ്വരൻ ആ ഗുണങ്ങളുള്ള പുതിയ ലോകം നൽകുന്നത്. അവർക്കാണ് ഈശ്വരൻ്റെ ഹൃദയത്തിൽ സ്ഥാനം കിട്ടുന്നത്. ഉന്നെ കിസി ഭി പ്രകാർ കി മെഹനത് കർനെ കി ബാത് നഹി. അവർക്ക് ഇവിടെയാണെങ്കിലും ഒരു കാര്യത്തിൽ പോലും പരിശ്രമിക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ഏക് തോ സംബന്ധ സമീപ് കാ ഹെ, ദൂസര പ്രാപ്തി അകൂട്ട് ഹെ. കാരണം ഇവിടെ ഈശ്വരൻ്റെ ഹൃദയത്തിൽ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത ബന്ധം പരമാത്മാവിനോടുണ്ട്.
ഏറ്റവും അടുത്ത ബന്ധം സർവശക്തിമാനായ ഈശ്വരനോടുള്ള വ്യക്തിക്ക് എല്ലാ പ്രാപ്തികളും ഓട്ടോമാറ്റിക്കലി കിട്ടും. എവിടെ നിന്നാണോ നമുക്ക് നേട്ടമുള്ളത്, തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൻ്റെ ശ്രദ്ധ അവിടേക്കായിരിക്കും തിരിയുക. അതുകൊണ്ട് ഈശ്വരനിൽ നിന്ന് നമുക്ക് എപ്പോഴും പുതിയ പുതിയ അനുഭവങ്ങൾ, ശക്തികൾ, കഴിവുകൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് ഒരിക്കലും വേറെ ഒന്നിലോട്ടും അലയില്ല. എവിടെയാണോ നമുക്ക് നേട്ടമുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ മനസ്സ് അങ്ങോട്ടായിരിക്കും പോവുക. അതുകൊണ്ട് പരമാത്മാവിൽ നിന്ന് നേട്ടമുള്ളത് കൊണ്ട് നമ്മുടെ മനസ്സ് സദാ ഒരേ ഒരു ഈശ്വരനിൽ തന്നെയായിരിക്കും. ഇനി ഇന്നത്തെ ശ്ലോകൻ കേൾക്കാം. പ്ലെയിൻ ബുദ്ധിയിലൂടെ പ്ലാൻ പ്രാക്ടിക്കലി കൊണ്ടുവരികയാണെങ്കിൽ വിജയം തീർച്ചയായും അതിലടങ്ങിയിട്ടുണ്ട്. അതായത് ശുദ്ധ ബുദ്ധിയോടുകൂടി വേണം നമ്മൾ ഓരോ പ്ലാനും പ്രാക്ടിക്കലി കൊണ്ടുവരാൻ. നെഗറ്റീവ് വിചാരങ്ങളോ വ്യർത്ഥ സങ്കല്പങ്ങളോ ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ തീർച്ചയായിട്ടും സഫലതയുണ്ടായിരിക്കും. നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരു വീട് വയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ശുഭകാര്യം ചെയ്യുമ്പോഴോ പുണ്യാഹം തെളിച്ച് ശുദ്ധീകരിക്കും. അതിനുശേഷമാണ് അവിടെ ആ കർമ്മം ചെയ്യുന്നത് എന്ന് പറയുന്നത് പോലെ നമ്മളും ശുദ്ധ വിചാരം കൊണ്ട് നമ്മുടെ മനസ്സിനെ പ്ലെയിൻ ആക്കണം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കർമ്മം ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് അതിൽ വിജയം ഉണ്ടാക്കാൻ സാധിക്കും. ഓം ശാന്തി.